KDM നവീൻ ബാബുവിന്റെ മരണത്തിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച നടത്തി ശിക്ഷ വിധിച്ച CPM നേതാവ് PP ദിവ്യയ്ക്ക് അവർ നടത്തിയ 23 വിദേശ യാത്രകളെ കുറിച്ച് ചില സത്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നമുക്ക് PP ദിവ്യയുടെ വാക്കുകൾ കേൾക്കാം. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം 23 വിദേശയാത്രകൾ, കേരളത്തിലെ മന്ത്രിമാർ പോയതിനേക്കാളും കൂടുതൽ വിദേശയാത്രകൾ PP ദിവ്യ നടത്തിയിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? എന്തിനു പോയി? ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് PP ദിവ്യ വിദേശത്തേക്ക് കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ 23 യാത്ര നടത്തിയെന്ന് ഒരു മുഖ്യധാരാ മാധ്യമം പ്രചരിപ്പിക്കുകയാണ്. ഞാനിവിടെ പറയുന്നത്, വിദേശയാത്ര പോകാൻ നമ്മുടെ കയ്യിൽ നിർബന്ധമായി വേണ്ട ഒന്നാണല്ലോ പാസ്പോർട്ട്. പാസ്പോർട്ടില്ലാതെ വിദേശയാത്ര നടത്താൻ വേണ്ടി പറ്റില്ല. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം ആകെ നടത്തിയിട്ടുള്ളത് 2 വിദേശയാത്രകളാണ്. CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് ആ സമയത്ത് മുഴുവൻ സമയ പ്രവർത്തക എന്ന നിലയിൽ ഇവിടെ നിന്ന് വിദേശത്തേക്കൊരു യാത്ര പോകണമെങ്കിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദം പോലും ഞങ്ങൾക്ക് വാങ്ങണം. അവിടെയാണ് 23 തവണ ഞാൻ വിദേശയാത്ര നടത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. 2 തവണ വിദേശത്ത് പോയിട്ടുണ്ട് ഈ 4 വർഷക്കാലത്തിനുള്ളിൽ. ഈ 2 തവണ പോയ പരിപാടികൾ ഏതൊക്കെയാണ്? ഈ 2 തവണ പോയ പരിപാടികളിൽ ഒന്ന് KMCCയെ കുറിച്ചൊരു മുഖവുര നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ മാതൃകാപരമായ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KMCC. ദുബായിൽ വെച്ച് കണ്ണൂർ ഘടകത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് KMCCയുടെ ഭാരവാഹികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ അവിടെ പങ്കെടുക്കണം എന്ന പാർട്ടി കൂടി അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുബായിൽ KMCCയുടെ പരിപാടിക്ക് PP ദിവ്യ പോകുന്നത്. ആ പരിപാടിയിൽ ആദ്യത്തെ ദിവസം കോൺഗ്രസിൻ്റെ നേതാവ് MM ഹസൻ പങ്കെടുത്തിട്ടുണ്ട്. 2ാമത്തെ ദിവസം ലീഗിൻ്റെ നേതാവ് ശ്രീ MK മുനീർ പങ്കെടുത്തിട്ടുണ്ട്. ഇവരുടെ കൂടെയാണ് ഞാനിവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം 2ാമത്തെ യാത്ര കണ്ണൂർ ജില്ലയിലെ വ്യവസായ സംരംഭകർ അവരെല്ലാം ചേർന്നുകൊണ്ട് ദുബായിൽ വെച്ച് രൂപീകരിച്ച വെയ്ക്ക് എന്ന സംഘടന, ആ വെയ്ക്കിൻ്റെ ഓണാഘോഷ പരിപാടിയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പങ്കെടുക്കുന്നത്. ഈ 2 യാത്രയും പാർട്ടി അനുമതിയോടുകൂടി പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ആ പരിപാടിയിൽ ദിവ്യ പങ്കെടുക്കുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ എങ്ങനെയാണ് 23 വിദേശയാത്ര ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുന്നത്? എൻ്റെ പാസ്പോർട്ട് നിങ്ങൾക്കാർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ആ പാസ്പോർട്ടിനകത്ത് ഞാൻ എത്ര തവണ യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായ രേഖയുണ്ട്. ആ രേഖ എൻ്റെ കയ്യിലിരിക്കെയാണ് ഇത്തരം പ്രചരണം നടത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം ഒരു പ്രചരണം നടത്തിയാൽ സ്വാഭാവികമായും പലരും വിശ്വസിക്കും. പകുതിയിലേറെ പേർ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുമ്പിലാണ് ഇതാ വലിയ രീതിയിലുള്ള ഒരു അഴിമതിക്കാരിയാണ് എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി മന്ത്രിമാരെക്കാളും വിദേശയാത്ര PP ദിവ്യ നടത്തിയിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നല്ല ശ്രമം ഇവർ നടത്തിയിരിക്കുന്നത്. ഞാനൊരു CPMകാരി ആയതുകൊണ്ടാണ് എനിക്കെതിരെ ഇത്രയധികം അക്രമങ്ങൾ ഈ മാധ്യമങ്ങൾ നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചില്ല.